ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, നമ്മൾ അത്ഭുതപ്പെട്ടു പോട്ടെ. എന്താണ് അത്ഭുതം എന്നല്ലേ, നമ്മുടെ മലയാളം, നമ്മുടെ മാതൃഭാഷ ഒരു വിദേശ കറൻസിയിൽ അച്ചടിച്ച് വന്നേക്കണ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെങ്ങനെയെന്നല്ലേ, അല്ല 50 റുപ്പിക എന്നതിൽ ഇതുണ്ട്, 50 റുപ്പിക എന്നുള്ള എഴുതിയാണ്, 50 റുപ്പീസ് ഇന്ന് ഇംഗ്ലീഷിലും 50 റുപ്പിക എന്നും മലയാളത്തിലും തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത് ഫ്രഞ്ചുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ 1915 ഇറക്കിയ കറൻസിയാണ് അല്ലേ. ഈ പോണ്ടിച്ചേരിയുടെ ഭാഗമായ ഈ മാഹിയിൽ ഒരുപാട് മലയാളികളുണ്ട്. അവർ മലയാളം സംസാരിക്കുന്നതുകൊണ്ടൊക്കെയാണ് അവർ ഈ കറൻസിയിൽ മലയാളം അച്ചടിച്ചത്. വളരെ ഭംഗിയുണ്ട്, നല്ല ആനയുടെ പടമൊക്കെയുള്ള വളരെ മനോഹരമായ ചിത്രമാണ് ഈ കറൻസിയിൽ. നമുക്ക് ഇതിൻ്റെ പുറകുവശം നോക്കാം, അതിലും 50 റുപ്പിയ എന്ന് കണ്ട നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല തമിഴുണ്ട്, തമിഴും അറിയാലോ, പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ട് തമിഴ്. അപ്പം മലയാളം കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ആവേശം തോന്നി, നമ്മുടെ ഭാഷ കണ്ടപ്പോൾ അങ്ങോട്ട് ആവേശം തോന്നിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ വേറൊരു പ്രത്യേകമുണ്ട്, ഈ വീഡിയോ ഈ 50 റുപ്പിയൊന്നും നമ്മുടെ ഭാഷ ചെയ്തേക്കണ ഈ കറൻസി ലോകത്തിലെ കറൻസി ശേഖരണക്കാർക്ക് കിട്ടാക്കനെയാണ്. ഞാൻ തന്നെ എത്ര എക്സിബിഷനിൽ പങ്കെടുത്തിട്ട് ഇപ്പോഴാണ് ഇത്ര കറൻസി നേരിട്ടൊന്ന് കാണുന്നത്. അത്ര വലിയ ഈ റെയറാണിത്. വളരെ മനോഹരമായ നമ്മുടെ ഭാഷ കണ്ടപ്പോൾ തന്നെ രോമാഞ്ചമായി അല്ലേ. കേരളം എന്ന കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. നമ്മൾ മലയാളം കേട്ടപ്പോൾ എൻ്റെ ചോര ഞരമ്പുകൾ തിളച്ച്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ നിങ്ങളിത് കാണണം, സന്തോഷിക്കണം.